മനുഷ്യരാശിയെ ഏറ്റവും കൂടുതൽ അലട്ടുന്ന അല്ലെങ്കിൽ വേട്ടയാടുന്ന പ്രശ്നമാണ് പട്ടിണി അഥവാ ദാരിദ്ര്യം. ഈ ആഫ്രിക്കൻ ചില ഒറ്റപ്പെട്ട ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള വളരെ സങ്കടകരമായ ചിത്രങ്ങൾ നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ടാകും, ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നുമുണ്ടാകും. അതായത് ഭക്ഷണം കിട്ടാതെ മെലിഞ്ഞുണങ്ങി വാരിയിൽ ഉന്തി നിൽക്കുന്ന കുഞ്ഞുങ്ങൾ ഭക്ഷണത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരിറ്റ് വെള്ളത്തിന് വേണ്ടി വരിയിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ അത്തരത്തിൽ ഭക്ഷണം കിട്ടാതെ വിശന്ന് വലഞ്ഞു മരിച്ച എത്രയോ പേരുടെ ചിത്രങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഭാഗ്യവശാൽ അത്തരം സംഭവങ്ങൾ നമ്മുടെ രാജ്യത്ത് താരതമ്യേന കുറവാണ് എന്ന് പറയാം. പക്ഷേ ഇതല്ല ഈ ആഫ്രിക്കൻ നാടുകളിലെ സ്ഥിതി. പ്രത്യേകിച്ചും ആഭ്യന്തര സംഘർഷങ്ങൾ, ആഭ്യന്തര കലാപങ്ങൾ, ദീർഘകാലമായ യുദ്ധങ്ങൾ ഒക്കെ നടക്കുന്ന മേഖലകളിലെല്ലാം സ്ഥിതി വളരെ ദയനീയമാണ്. ഏറിയ പങ്കും ഇത്തരം സാഹചര്യങ്ങളുടെ ഇരയായി മാറുന്നത് കുഞ്ഞുങ്ങളും സ്ത്രീകളുമാണ്. കാരണം ഇവർക്ക് സ്വന്തമായി ഭക്ഷണം തേടി പോകാനുള്ള സാഹചര്യമില്ലാത്തതുകൊണ്ട് അവർക്ക് എപ്പോഴും മറ്റുള്ളവരുടെ പടിവാതിലിൽ വരി നിൽക്കേണ്ട ഒരു ദയനീയ കാഴ്ചയുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഏറിയ പങ്ക് ഈ ആഫ്രിക്കൻ നാടുകളിലെ ഈ മെലിഞ്ഞുണങ്ങി ജീവൻ നിലനിർത്താൻ പാടുപെടുന്ന ആ കുഞ്ഞുങ്ങൾ, ചിലർ ഭക്ഷണം കിട്ടാത്തത് കൊണ്ട്, പോഷകാഹാര കുറവ് കൊണ്ട്, രോഗപീഠകൾ കൊണ്ട് മരിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾ നമ്മുടെ മുമ്പിലെ ഒരു ദുഃഖ യാഥാർത്ഥ്യമാണ്, കണ്ണ് നനയിക്കുന്ന കാഴ്ചയാണ്. ഒരു പരിധിവരെ ഐക്യരാഷ്ട്രസഭ, യൂണിസെഫ് തുടങ്ങിയ ഏജൻസികൾ ഈ പ്രശ്ന പരിഹാരത്തിനായി ഇടപെടാറുണ്ട്. സന്നദ്ധ സംഘടനകൾ അവർ നടത്തുന്ന ക്യാമ്പുകൾ വഴി, ഭക്ഷണ പാക്കറ്റുകളുടെ വിതരണം വഴി ഒരു പരിധിവരെ ഈ പട്ടിണിക്കോലങ്ങളുടെ ജീവൻ നിലനിർത്താൻ ഇടപെടലുകൾ നടത്താറുണ്ട്. അമേരിക്ക ഒരു വലിയ സാമ്പത്തിക ദാതാവാണ്, അല്ലെങ്കിൽ ഒരു സംഭാവന നൽകുന്ന ഒരു രാജ്യമാണ് ഈ പ്രവൃത്തികൾക്ക്. അതായത് ഇത്തരത്തിൽ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങൾക്ക് വേണ്ട ആഹാരവും വസ്ത്രവും മരുന്നുകളും അടക്കം നൽകാനായി അമേരിക്ക വലിയ തോതിൽ പണം ചിലവഴിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലും നമ്മൾ പണ്ട് പഴമക്കാരോട് ചോദിച്ചാൽ അറിയാൻ സാധിക്കും, നമ്മുടെ നാട്ടിലും ഇത്തരത്തിൽ പണ്ട് കാലത്ത് ഭക്ഷണ വിതരണം നടന്നിരുന്നു. കാരണം നമ്മളും ഒരു അതിദാരിദ്ര്യത്തിൻ്റെ കാലം അതിജീവിച്ചവരാണ്. അംഗൻവാടികൾ കേന്ദ്രീകരിച്ച്, പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ റവയും പാലും ഒക്കെ നമ്മളും വിതരണം ചെയ്തിട്ടുണ്ട്. സമാനമായ അതിനേക്കാൾ ദയനീയമാണ് ഈ ആഫ്രിക്കൻ നാടുകളിലെ സ്ഥിതി. അവിടെ ഇന്നും ഇന്നലെയും നാളെയും ഇതൊക്കെ തന്നെയായിരിക്കും സ്ഥിതി. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, അമേരിക്ക വലിയ രീതിയിൽ ഇത്തരം സംരംഭങ്ങൾക്ക് വേണ്ടി പണം മുടക്കിയിരുന്നു. എന്നാൽ ഡൊണാൾഡ് ട്രംപ് രണ്ടാമത് അധികാരത്തിലെത്തിയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ നയപരിപാടികളിൽ ഒരു സുപ്രധാന പ്രഖ്യാപനം വന്നത്, ഇത്തരത്തിലുള്ള വിദേശ രാജ്യങ്ങളിലോട്ടുള്ള സാമ്പത്തിക സഹായം, ഇത്തരത്തിലുള്ള അതായത് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്ക്, അതായത് അതിദാരിദ്ര്യം അനുഭവിക്കുന്നവർക്ക് ഭക്ഷണവും മരുന്നും ഒക്കെ നൽകുന്ന അത്തരത്തിലുള്ള വമ്പൻ പരിപാടികളിൽ നിന്ന് 80% വെട്ടിക്കുറവ് വരുത്തും എന്നുള്ളതാണ് അമേരിക്കൻ പ്രസിഡന്റിൻ്റെ പുതിയ നയം. ഇത്തരത്തിൽ ഒരു വെട്ടിക്കുറവ് വരുത്തിയാലുള്ള അനന്തരഫലത്തെക്കുറിച്ച് ഞെട്ടിക്കുന്ന ഒരു പഠന റിപ്പോർട്ട് ദ ലാൻസെറ്റ് എന്ന് പറയുന്ന മെഡിക്കൽ ബുള്ളറ്റിനിൽ പഠന റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പഠന റിപ്പോർട്ട് പ്രകാരം വരുന്ന 5 വർഷം കൊണ്ട്, അല്ലെങ്കിൽ 2030 140 ലക്ഷം പേർ പട്ടിണിയും ദാരിദ്ര്യവും കൊണ്ട് മരണപ്പെടും എന്നുള്ള ഞെട്ടിക്കുന്ന റിപ്പോർട്ടാണ് ഇവർ പുറത്തുവിട്ടിരിക്കുന്നത്. ഈ 140 ലക്ഷത്തിൽ ഏതാണ്ട് 1/3 പേർ കുട്ടികളായിരിക്കും എന്നുള്ള വസ്തുതയുമുണ്ട്. അതായത് ഏകദേശം 45 ലക്ഷം കുട്ടികൾ, അതിൽ ഏറിയ പങ്കും 5 വയസ്സിൽ താഴെയുള്ളവരായിരിക്കും എന്നുള്ളതാണ് ഈ പഠന റിപ്പോർട്ടിലെ കണക്ക്. ഈ പഠന റിപ്പോർട്ട് പ്രകാരം ഒരു വർഷം ഏതാണ്ട് 7 ലക്ഷത്തോളം കുട്ടികൾ പോഷകാഹാര കുറവ് കൊണ്ട്, കൃത്യമായി 3 നേരം ആഹാരം കഴിക്കാത്തത് കൊണ്ട്, രോഗപ്രതിരോധ ശേഷിയില്ലാത്തത് കൊണ്ട് മരിച്ചു പോകും എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നു. ഈ 1/3 പേർ കുട്ടികളാണെങ്കിൽ ബാക്കിയുള്ളവരൊക്കെ സ്ത്രീകളും പ്രായാധിക്യമുള്ളവരായിരിക്കും ഏറെക്കുറെ മരണത്തിന് കീഴടങ്ങുക. അപ്പോൾ ഇതിൻ്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ആഭ്യന്തര സംഘർഷങ്ങൾ നിലനിൽക്കുന്ന,
കാലാകാലങ്ങളായി പട്ടിണിയും ദാരിദ്ര്യവും പേറി ജീവിക്കുന്ന ഒരുപാട് രാജ്യങ്ങൾ നമ്മുടെ ലോകക്രമത്തിൽ ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അത് ഏറിയ പങ്കുമുള്ളത് ആഫ്രിക്കൻ ആ മേഖലകളിലാണെന്നാണ് എന്നുള്ളതും വസ്തുതയാണ്. ഈ ഗസ പോലെയുള്ള സ്ഥലങ്ങളിലും സമാനമായ സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അവിടെയും കൊടിയ ദാരിദ്ര്യവും പട്ടിണിയും കുഞ്ഞുങ്ങളടക്കമുള്ളവർ അനുഭവിക്കുന്നുണ്ടെന്നുള്ളതും വസ്തുതയാണ്. അപ്പോൾ ഇത്തരത്തിൽ അമേരിക്കയുടെ സാമ്പത്തിക സഹായം ഒരു പരിധിവരെ ഈ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ പിടിച്ചു നിർത്താൻ സഹായകരമായിരുന്നു. ഏതാണ്ട് 133 രാജ്യങ്ങളിലാണ് ഐക്യരാഷ്ട്രസഭ അതല്ലെങ്കിൽ അതേപോലുള്ള ഏജൻസികൾ ഇടപെട്ട് ഇത്തരത്തിൽ ഉള്ള സഹായങ്ങൾ വിതരണം ചെയ്യുന്നത്. അതായത് ദുരിതാശ്വാസ ക്യാമ്പുകൾ വഴിയോ അല്ലെങ്കിൽ മറ്റ് സങ്കേതങ്ങൾ വഴിയോ ഈ ഇത്തരത്തിലുള്ളവർക്ക് ഭക്ഷണവും മരുന്നും അടക്കം എത്തിച്ചു നൽകുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങളുടെ ഭാഗമായി കഴിഞ്ഞ 20 വർഷം കൊണ്ട്, കഴിഞ്ഞ 2 പതിറ്റാണ്ട് കൊണ്ട് കാര്യമായ പുരോഗതി നമുക്ക് ഈ കാര്യത്തിൽ വരുത്താൻ സാധിച്ചിട്ടുണ്ട്. കാരണം ഒരു പരിധിവരെ കൂട്ടമരണങ്ങൾ ഒഴിവാക്കാനും കുഞ്ഞുങ്ങളുടെ ആരോഗ്യ പരിപാലനം ഉറപ്പുവരുത്തുവാനും ഒരു പരിധിവരെ സഹായിച്ചിട്ടുണ്ട്. എന്നാൽ അമേരിക്കയുടെ ഈ സാമ്പത്തിക സഹായം കോടിക്കണക്കിന് രൂപ വരും. ആ സാമ്പത്തിക സഹായം നിലയ്ക്കുന്നതോടുകൂടി ഈ 2 പതിറ്റാണ്ട് കൊണ്ടുണ്ടാക്കിയ നമ്മുടെ പുരോഗതി, അതായത് ഇത്തരത്തിലുള്ള ആൾക്കാരുടെ മരണങ്ങൾ പിടിച്ചു നിർത്താൻ അടക്കമുള്ള ഉണ്ടാക്കിയ പുരോഗതി അട്ടിമറിക്കപ്പെടും. അല്ലെങ്കിൽ നേരെ വിപരീത ഫലമുണ്ടാകും. അതായത് ഇനി വ്യാപകമായ രീതിയിൽ മരണങ്ങൾ, അതായത് ആഹാരവും ഭക്ഷണവും വെള്ളവും മരുന്നും ഒക്കെ കിട്ടാതെ കുഞ്ഞുങ്ങളടക്കമുള്ളവർ പിടഞ്ഞു വീണ് മരിക്കുന്ന സാഹചര്യങ്ങൾ നിരവധിയായി റിപ്പോർട്ട് ചെയ്യപ്പെടും എന്നുള്ളതാണ് കണക്ക്. അമേരിക്ക തന്നെ ആ ഒരു പരിപാടിക്ക് വിളിക്കുന്ന പേര് US ഏജൻസി ഫോർ ഇൻ്റർനാഷണൽ ഡെവലപ്മെൻറ്റ് എന്നാണ്. അത് ചുരുക്കി USAID എന്നാണ് അറിയപ്പെടുക. അപ്പോൾ ഇത് പ്രകാരം അമേരിക്ക തന്നെ ഏതാണ്ട് 60ഓളം രാജ്യങ്ങളിൽ വിവിധ ഏജൻസികൾ വഴി, അമേരിക്ക നേരിട്ടല്ലെങ്കിൽ പരോക്ഷമായിട്ടെങ്കിലും വിവിധ ഏജൻസികൾ വഴി സഹായങ്ങൾ എത്തിക്കുന്നുണ്ട്. ഇനി ഈ ഇത്തരത്തിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഐക്യരാഷ്ട്രസഭയുടെ അല്ലെങ്കിൽ യൂണിസെഫ് പോലുള്ള ഏജൻസികളുടെ കീഴിലാണ് ഏകോപിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ ഇത് സംബന്ധിച്ച് സ്പെയിനിലെ സെവിയയിൽ ഈ ആഴ്ച വിവിധ രാജ്യങ്ങളുടെ പ്രതിനിധികൾ പങ്കെടുക്കുന്ന ഒരു യോഗം നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഈ പറയുന്ന ദുരിതാശ്വാസ സാമഗ്രികളുടെ വിതരണം, മറ്റ് കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ ചർച്ചകൾ നടക്കുന്ന ആ ഒരു ഘട്ടത്തിലാണ് ഈ ഞെട്ടിക്കുന്ന ഈ പഠന റിപ്പോർട്ട് പുറത്തു വരുന്നത്. പക്ഷേ ഈ കാര്യത്തിൽ അമേരിക്ക അവരുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം ഇത്തരത്തിലുള്ള സന്നദ്ധ പ്രവർത്തകർക്കും അല്ലെങ്കിൽ ഇതേപോലുള്ള ക്യാമ്പുകൾക്കും സഹായം നൽകുന്ന പരിപാടി അല്ലെങ്കിൽ ആ പദ്ധതി ഞങ്ങൾ വെട്ടിക്കുറച്ചെങ്കിലും മറ്റായിരക്കണക്കിന് അമേരിക്കൻ പദ്ധതികൾ, അതായത് ഇത്തരത്തിലുള്ള പാവങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആയിരക്കണക്കിന് പദ്ധതികൾ ഉള്ളതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ വലിയൊരു ഗുരുതര സ്വഭാവത്തിലേക്ക് കാര്യങ്ങൾ പോകില്ല എന്നുള്ളതാണ് അമേരിക്കയുടെ വാദം. എന്നിരുന്നാലും ഏതാണ്ട് 80%, അതായത് ഈ 140 ലക്ഷം പേർ മരിക്കുന്നതിൽ ഏതാണ്ട് 80% പേർ ദാരിദ്ര്യം അനുഭവിച്ച അല്ലെങ്കിൽ ആഹാരം മര്യാദക്ക് കഴിക്കാൻ കിട്ടാത്തതിൻ്റെ പേരിൽ മരണത്തിന് കീഴടങ്ങുന്നവരായിരിക്കും എന്നുള്ളതാണ് ഈ പഠന റിപ്പോർട്ട്. ബാക്കിയുള്ളവർക്ക് മരുന്നുകൾ കിട്ടാത്തതിൻ്റെ പേരിൽ, പ്രതികൂലമായ ജീവിത സാഹചര്യങ്ങളുടെ പേരിലും മരണത്തിന് കീഴടങ്ങുന്നവരുണ്ടാകാം. ഏതായാലും നമ്മളെ സംബന്ധിച്ച് ഇത് വലിയ ഞെട്ടിക്കുന്നൊരു വസ്തുതയാണ്. കാരണം 3 നേരം അല്ലെങ്കിൽ 1 നേരമെങ്കിലും ആഹാരം കഴിക്കാൻ കിട്ടാത്തതിൻ്റെ പേരിൽ പട്ടിണി കിടന്ന് ജീവൻ നിലനിർത്താൻ പാടുപെട്ട് ജീവിച്ച് മരിക്കുക അല്ലെങ്കിൽ പിടഞ്ഞു വീണ് മരിക്കേണ്ട ഏതാണ്ട് 140 ലക്ഷം പേരുടെ കണക്കാണ് ഇപ്പോൾ വന്നത്. അതായത് ഇത്തരത്തിൽ അമേരിക്കയുടെ സാമ്പത്തിക സഹായം ഇല്ല എങ്കിൽ ആ ഒരൊറ്റ കാരണം കൊണ്ട് മാത്രം ഏതാണ്ട് 140 ലക്ഷത്തോളം പേർ മരിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് കണക്ക്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ട്രംപിൻ്റെ ഒരു പ്രഖ്യാപനത്തോടു കൂടിയാണ്. കാരണം ഇലോൺ മസ്ക് എന്ന് പറയുന്ന വലിയൊരു വ്യവസായ പ്രമുഖനെ സാമ്പത്തിക പരിഷ്കരണങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ചെലവ് ചുരുക്കൽ പരിപാടികൾക്ക് വേണ്ടിയിട്ട് ട്രംപ് തൻ്റെ ഭരണകൂടത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടക്കം നിർദ്ദേശാനുസരണമാണ് ഇത്തരത്തിൽ ചെലവുകൾ വെട്ടിക്കുറയ്ക്കാനായിട്ടുള്ള കാരണം അമേരിക്ക കണക്കാക്കുന്ന ഇതൊക്കെ പാഴ്ചെലവെന്നുള്ള രീതിയിലാണ്. സ്വാഭാവികമായി ഇതൊരു മാനുഷിക പരിഗണന കിട്ടേണ്ട ഒരു സംഗതിയാണ്. പക്ഷേ അമേരിക്കയെ സംബന്ധിച്ച് പഴയ അമേരിക്കയല്ല ഇപ്പോഴുള്ളത്. നിരന്തരമായ യുദ്ധങ്ങളിൽ ഏർപ്പെടുന്നത് വഴി, മറ്റ് രാജ്യങ്ങളുടെ ആഭ്യന്തര സംഘർഷങ്ങളിൽ ഇടപെടുന്നത് വഴി വലിയ രീതിയിലുള്ള പണച്ചിലവ് അമേരിക്കയ്ക്കുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾക്ക്, അതായത് യുദ്ധാവശ്യങ്ങൾക്ക് വേണ്ടി പണം ചെലവഴിക്കാൻ നിർലോഭം പണം ചെലവഴിക്കുന്ന അമേരിക്ക
ഇത്തരം ആവശ്യങ്ങളിൽ പണം ചെലവഴിക്കുന്നതിൽ നിന്ന് പിന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഇപ്പോഴുണ്ട്. അപ്പോൾ അത്തരം ഒരു സാഹചര്യം വരുന്നതോടുകൂടി അതിൻ്റെ ഇരകളാകപ്പെടുന്നത് കൃത്യമായി വാതുറന്ന് പ്രതികരിക്കാൻ പോലും ശേഷിയില്ലാതെ, നിവർന്ന് നിൽക്കാൻ പോലും ആരോഗ്യമില്ലാതെ കഷ്ടപ്പെടുന്ന കുറേയധികം പട്ടിണി പാവങ്ങളാണ്, കുറേയധികം കുഞ്ഞുങ്ങളാണ്. അവരുടെ കാര്യത്തിൽ അനുഭാവപൂർവമായ ഒരു നടപടി എല്ലാവരുടെയും ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.